മൂവി പീപ്പിൾ, സോ ഗ്ലാഡ് യു ആർ ഹിയർ ഓൺ നോവലാബദൽ. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ദൃശ്യം 3 മൂവി കാണാൻ പോയാലോ? അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ റെഡിയായി. ഇനി ഒന്നും നോക്കാനില്ല, ഗെറ്റ് സെറ്റ് ഗോ. ആഫ്റ്റർനൂൺ 12:30 കാട്ടോ മൂവി. ഒരു 11 o'clock ഒക്കെ ആയപ്പോഴേക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മൾ മൂവി കാണാൻ പോകുന്നത് അമനോറ മാളിലാണ്. ഇവിടുന്ന് ഒരുപാട് ദൂരമൊന്നുമില്ല, അടുത്ത് തന്നെയാണ്. കുറച്ച് നേരത്തെ ഇറങ്ങുന്നതിന്റെ കാരണം നമ്മൾക്ക് നമ്മളുടേതായ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാലോ. കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ അവിടുന്ന് മൂവായി. മൂവി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്തു പോകാന്ന് പറഞ്ഞപ്പോൾ തന്നെ മോന് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. മോന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കണമെങ്കിൽ നമ്മൾ 2 ആള് വേണം. ഒരാളെ കൊണ്ട് മാത്രം നടക്കുന്ന കാര്യമില്ല. ഫോട്ടോ എടുക്കുമെന്ന് മനസ്സിലായ അപ്പൊ തന്നെ ടൊണ്ടുമാവും ഫേസ് തിരിച്ചു കളയും. ഞാൻ മോനോട് കുറേ മിണ്ടും. ആ നേരം കൊണ്ട് ഈ ചാൻ കുറേ ഫോട്ടോസും വീഡിയോസും എടുക്കുക. അങ്ങനെയാണ് മോന്റെ കുറേ നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ കിട്ടുന്നത്. അങ്ങനെ നമ്മൾ ആർമി കോമ്പൗണ്ടിൽ നിന്നും മെയിൻ റോഡിലെത്തി. ഞങ്ങൾ 3 പേരും കൂടി മൂവി കാണാൻ വേണ്ടിയിട്ടുള്ള എക്സൈറ്റ്മെന്റ് ആട്ടോ. ഞാനും വിചാരം കൂടെയാണെങ്കിൽ ദൃശ്യം മൂവിയും ദൃശ്യം 2ഉം കുറിച്ച് ഞങ്ങൾ കുറേ സംസാരിച്ചുകൊണ്ടിരുന്നു. ഈ 2 മൂവീസും അമ്മാതിരി ത്രില്ലിംഗ് ആയിരുന്നു. ദൃശ്യം 3 എങ്ങനെയിരിക്കും എന്നുള്ള എക്സൈറ്റ്മെന്റിലാണ് ഞങ്ങൾ. അങ്ങനെ നമ്മൾ അമനോറ മാളിലെത്തി. ഇവിടെയാട്ടോ പാർക്കിംഗ് ഏരിയ. ഇവിടെയാണ് നമ്മൾ വെഹിക്കിൾസ് ഒക്കെ പാർക്ക് ചെയ്യുന്നത്. കാറൊക്കെ പാർക്ക് ചെയ്തതിനു ശേഷം നമ്മൾ മുകളിലേക്ക് എൻട്രി ആകുകയാണ്. ഇപ്പം 11:45 ആയതേ ഉള്ളൂ. മൂവി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇനി ഒരുപാട് ടൈമുണ്ട്. പുറത്തെവിടെയെങ്കിലും ഹാപ്പി ആയിട്ട് പോകാൻ നിൽക്കുവാണെങ്കിൽ കുറച്ച് നേരത്തെ ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിവതും ശ്രദ്ധിക്കണം. വേറൊന്നുമല്ല, നല്ല പീസ്ഫുൾ ആയിട്ട് നമുക്ക് നല്ലതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റും. ക്യാമറ ഓൺ ചെയ്ത് വീഡിയോസ് എല്ലാം ക്യാപ്ചർ ചെയ്യുമ്പോൾ എനിക്കാണെങ്കിൽ